അങ്ങനെയാണ് വരുന്നത്. ഈ പാർക്കിങ്ങിൻ്റെ സ്വിച്ചിൽ ഞെക്കിയ ശേഷം ചെറുതായി ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറും. ഇതാ മീറ്റർ വർക്ക് ചെയ്ത് തുടങ്ങി. ഈ വണ്ടി റണ്ണിങ്ങിലാണുള്ളത്, സ്റ്റാർട്ടിങ്ങിലുള്ള വണ്ടിയാണ്, പക്ഷേ സൗണ്ട് എന്ന് പറഞ്ഞതില്ല. എല്ലാവർക്കും സ്കൂട്ട് ടൂർസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യാത്രകളൊക്കെ പോയിട്ട് കുറേ ദിവസമായി. എന്തായാലും ഇന്നൊരു യാത്രാ വീഡിയോ ആയിട്ടൊന്നുമല്ല, നമ്മൾ മറ്റൊരു സ്കൂട്ടിയുടെ വിശേഷവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളാണല്ലോ. നമ്മളെന്തായാലും സ്കൂട്ടിയുമായിട്ടാണ് യാത്രകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടിയുടെ റിവ്യൂ ആയിട്ടാണ് റിവ്യൂ ചെയ്യാനൊന്നും അറിയത്തില്ല കാര്യങ്ങൾ. നമ്മുടെ സുഹൃത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വണ്ടി ഒരു ദിവസത്തേക്ക് കൈ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നും അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ബെൻലിങ്ങിൻ്റെ ഓറ എന്ന് പറയുന്ന സ്കൂട്ടി. കാഴ്ചയിലേറെക്കുറെ നമ്മുടെ വെസ്പയും ആക്സസിൻ്റെ ഒരു പഴയ ലുക്കൊക്കെ ആയിട്ട് വെസ്പയുടെ നല്ല സാമ്യമുണ്ട്. ആ മിററും കാര്യങ്ങളൊക്കെ വെസ്പയായിട്ട് നല്ല സാമ്യം വരുന്നൊരു വണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ലുക്ക് വരുന്നത്. പിൻഭാഗത്തെ കാഴ്ചകളും ഏറെക്കുറെ വെസ്പയുമായിട്ട് നല്ല സാമ്യമാണ്. ഒരു ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് അത്യാവശ്യം കൂടുതലാണ്. സാധാരണക്കാരിലുള്ള ഒരാൾക്ക് ഇരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എന്നെപ്പോലുള്ള ആൾക്കൊക്കെ ഇത്ര ഹൈറ്റ് ഉണ്ടായിട്ട് പോലും. ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഇതാണ്. ഇവിടെയാണ് വണ്ടി ചാർജ് ചെയ്യുന്ന പോർട്ട് വരുന്നത്. ഇത് ചാർജ് ചെയ്യേണ്ടത് 4 മണിക്കൂർ കൊണ്ട് വണ്ടി ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 4 മണിക്കൂർ ഫുൾ ചാർജ്. ആ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം 120 കിലോമീറ്റർ വണ്ടി ഓടും. ഇതാണ് വണ്ടിയുടെ മീറ്റർ ഡിസ്പ്ലേ വരുന്നത്. ഇവിടെ ചാർജർ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇപ്പം 4 ഘട്ടമുണ്ട്. ഇതിലിപ്പോൾ 2-3 ഘട്ടം ചാർജേ ഉള്ളൂ. ലാസ്റ്റ് റെഡ്. ഇത് വണ്ടിയുടെ കിലോമീറ്റർ കാണിക്കുന്നു. ഇത് വണ്ടിയുടെ സ്പീഡോമീറ്റർ. ഇതിപ്പം 4 മോഡാണ് വണ്ടിക്കുള്ളത്. 4 ഗിയർ എന്ന രീതിയിൽ 1, 2, 3, 4 വരുന്നുണ്ട്. അത് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ SM എഴുതിയിരിക്കുന്ന സ്വിച്ചിൽ പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2, 3, 4 ഇങ്ങനെ 4 മോഡിൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ വണ്ടി സ്റ്റാൻഡിങ് പൊസിഷനിലാണ്. ഇത് റണ്ണിങ് ചെയ്യണമെങ്കിൽ ഇപ്പി അതായത് പാർക്ക് എന്നുള്ള ഓപ്ഷൻ, ഇതിന് സ്റ്റാർട്ടിങ് അങ്ങനെയാണ് വരുന്നത്. ഈ പാർക്കിങ്ങിൻ്റെ സ്വിച്ചിൽ ഞെക്കിയ ശേഷം ചെറുതായി ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറും. ഇതാ മീറ്റർ വർക്ക് ചെയ്ത് തുടങ്ങി. ഈ വണ്ടി റണ്ണിങ്ങിലാണുള്ളത്, സ്റ്റാർട്ടിങ്ങിലുള്ള വണ്ടിയാണ്, പക്ഷേ സൗണ്ട് എന്ന് പറഞ്ഞതില്ല. കാരണം ഇലക്ട്രിക് സ്കൂട്ടി ആയതുകൊണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ തീരെ സൗണ്ടില്ല. നമ്മൾ എക്സോസ് നോട്ട് എന്ന് പറയുന്നത് ഇല്ല ഇതിന്. ടയർ കറങ്ങുന്നൊരു സൗണ്ട്, റോഡിൽ പറയുന്ന സൗണ്ട് അല്ലാണ്ട് വേറൊരു സൗണ്ട് ഈ വണ്ടിക്ക് കേൾക്കാൻ നമുക്ക് സാധിക്കില്ല. ഇതിപ്പം ഓഫാക്കാം നമുക്ക്. ഇതിൻ്റെ ചാവി ഇതാണ് വരുന്നത്. ഇതിൽ ഉള്ളത് ലോക്ക് ഓപ്ഷനുണ്ട്, അലാറത്തിൻ്റെ ഓപ്ഷനുണ്ട്, പാർക്ക് ലൈറ്റ് ഓൺ ആക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കിപ്പം വണ്ടി ഒരു പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവച്ച ശേഷം ഇവിടുന്ന് വണ്ടിയുടെ പാർക്ക് ഓണാക്കണേ ഓണാക്കാം. ഇപ്പോൾ അലാറം അടിച്ചു. വണ്ടി നോട്ട് ചെയ്യണമെങ്കിൽ വണ്ടി അൺലോക്കായി. അതേപോലെ വണ്ടിയുടെ പാർക്ക് ലൈറ്റ് ഇപ്പോൾ ഓണായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ചെയ്തതാണ്. വണ്ടി ലോക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അലോയ് വീല് വരുന്നത് ഈ ഡിസൈനാണ്. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിയ ടയറും സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇത് വരുന്നത് ഇപ്പോൾ MRFൻ്റെ 90 ഇഞ്ച് ടയറാണ് വരുന്നത് ഫ്രണ്ടിൽ. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത്യാവശ്യം ബ്രേക്കിൻ്റെ കാര്യത്തിലായാലും നല്ല സേഫ്റ്റി തരുന്നൊരു വണ്ടിയാണ് ഈ വണ്ടി. 90ൻ്റെ ടയറാണ്. ബേക്കിലും വരുന്നത് സെയിം 90 സൈസ് MRF ടയർ തന്നെയാണ്. സെയിം ടയറാണ് ഫ്രണ്ടിലും ബേക്കിലും വരുന്നത്. ഇതിൻ്റെ ഈ ഭാഗം വരുന്നത്, ഇതിനകത്താണ് മോട്ടർ വരുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഡിസൈൻ എലമെൻ്റായിട്ട് മാത്രം വെച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്പർ പ്ലേറ്റ്. ഇവിടെയാണ് ഭാഗം കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ഫൈബർ ടൈപ്പാണ്. ബ്രേക്കിലെല്ലാം ഒരു ബാക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം
സ്മൂത്താണ് ഈ സാധനങ്ങൾ. സീറ്റായാലും അത്യാവശ്യം സീറ്റിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലെ ഡിക്കി സ്പേസ് എന്ന് പറയുന്നത് ഇതിനകത്താണ് ബാറ്ററി വരുന്നത്. ഇത് സൈഡ് വൈ ആണ് ഓപ്പണിങ് ചെയ്യുന്നത്. ഓപ്പൺ ആക്കിയ പാടെ തന്നെ ലോക്ക് ചെയ്ത് പൊക്കണം. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മുടെ ടൂൾസും കാര്യങ്ങളും വെക്കാം. അതിൻ്റെ കൂടെ കിട്ടുന്ന ബെല്ലിങ്ങിൻ്റെ ഒരു ടൂൾ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാറ്ററി വരുന്നത്. ബാറ്ററി ഇവിടെ ഒരു ചെറിയ ഫ്യൂസ് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അത്യാവശ്യം 2-3 പേപ്പറും കാര്യങ്ങളും വെക്കാവുന്നേ ഉള്ളൂ. ഹെൽമെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കാത്തതുകൊണ്ടാണ് സൗണ്ട് വന്നത്. സെക്യൂരിറ്റി അലാറം വെച്ചിട്ടുണ്ട് വണ്ടിക്ക്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് വണ്ടിയുടെ. നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പാർട്ടിനെ കുറിച്ചൊന്നും എനിക്കധികം പറയാനൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഇവരുടെ ഇതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ ഒരു അപ്പോൾ ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്ററിലാണ് ഈ വണ്ടി. അത്യാവശ്യം പക്ഷേ എൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ സൗണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ തീരെയില്ല വണ്ടിക്ക് വരുന്നത്. സ്റ്റാർട്ട് ആയതുപോലെ അറിയില്ല. ജസ്റ്റ് കീ ഓൺ ആക്കി ഇത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. നമ്മൾ വണ്ടി സ്റ്റാർട്ടായി വരുമ്പോൾ നമ്മൾ അറിയില്ല. പരിസ്ഥിതി സൗഹാർദ്ദ സ്കൂട്ടർ എന്ന് വേണേൽ പറയാം. കാരണം നമ്മുടെ വായുമലിനീകരണവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ കൂടിക്കൂടി വരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇലക്ട്രോണിക് സ്കൂട്ടികൾക്ക് സർക്കാരായാലും നല്ല രീതിയിൽ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന് 1.16 വരുന്നുണ്ട് വണ്ടിക്ക്. 23,000 രൂപ സബ്സിഡി കിട്ടും വണ്ടിക്ക്. ഓൺ റോഡ് 1.16 ഇപ്പോൾ ഏകദേശം 90-something രൂപയ്ക്ക് വണ്ടി നമുക്ക് ഇറക്കാൻ വേണ്ടി പറ്റും. ഈ വണ്ടി വരുന്നുണ്ട്. ഇതിപ്പം ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ ഇപ്പോൾ KCBയുടെ ഇതിൽ തുടങ്ങി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം, ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത്. ഞാൻ കുറച്ച് ദൂരം ഇപ്പോൾ ഓടിച്ചു. കയറ്റങ്ങൾ കയറിയിട്ടുള്ളത്, കയറ്റം കയറി നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. ചെറിയൊരു കയറ്റത്തിൽ വണ്ടി ഓടിച്ചിട്ട് ഏത് രീതിയിലാണ് വണ്ടി പോകുന്നതെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പറയാം. ബാക്കി വണ്ടി ഓടിക്കും ടോട്ടൽ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ അറിയില്ല വണ്ടി പോകുന്നത്. യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. വണ്ടി ഒരു ഒഴുക്കിലിങ്ങനെ പോവുകയാണ്. അത്രയാണ് ഈ വണ്ടിയുടെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ. നമുക്ക് കയറ്റം കയറി നോക്കാം. വണ്ടിയുടെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ അത്യാവശ്യം നേരെ ഇരുന്ന് വണ്ടി ഓടിക്കണം. നടുവിന് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഓൾറെഡി. ഇവിടെ മുട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല ലെഗ് സ്പേസ് ഉണ്ട് വണ്ടിക്ക്. ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ല സ്പേസാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. നല്ല പ്ലാറ്റ്ഫോമാണ്. നല്ലൊരു ഉയരത്തിലിരുന്ന് വണ്ടി ഓടിക്കുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ സ്വിച്ച് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് സ്വിച്ചുകൾക്കൊക്കെ വരുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ഹോൺ സ്വിച്ച്. അതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് വരുന്നത്. ഇത് ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻ്റ് സ്വിച്ചാണ് വരുന്നത്. അത് എന്തെങ്കിലും മാൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സ് മുഖേന നിയന്ത്രിക്കാമെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവിടെ വരുന്ന ഇത് പാസ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് പാർക്കിൽ നിന്ന് ഒഴിവാക്കിയാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ഇത് പാർക്ക് സ്വിച്ചാണ്. ഇത് പാർക്കിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ പാർക്കിൽ നിന്ന് മാറുകയുള്ളൂ. ചെറിയൊരു 10 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 10-15 സെക്കൻഡുകൾ വെച്ചിരുന്ന ആദ്യം അത് പാർക്കിലേക്ക് മാറും. പിന്നെ ഒന്നുകൂടി ഞെക്കിയാലേ വണ്ടി ആവുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ഇത് ഫുൾ ടൈം ഇങ്ങനെ ഈ ബ്ലൂ ലൈറ്റ് കളറിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഈ ലൈറ്റ്. ഇതാണ് ഇഗ്നിഷൻ പോയിൻ്റ് വരുന്നത് ചാവിയുടെ. പിന്നീട് ഈ കാണുന്നത് ഇതിൻ്റെ ഗിയർ ചേഞ്ചിങ് ആണ്. അതായത് ഇതിൻ്റെ 4 ഡ്രൈവിംഗ് മോഡുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 4. ആ 4 ഡ്രൈവിംഗ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഇത് ഞെക്കിയാൽ മതി. മിററൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. കാണുന്ന കാഴ്ചയിൽ ഒരു ചെറിയ ഇതുപോലെ തോന്നുമെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ രീതിയിൽ അങ്ങ് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിവരണം. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഹൈറ്റ് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് നന്നായിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ഹൈറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. എന്നെപ്പോലെ ഹൈറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അതിൻ്റെ ഓടിച്ചിട്ടുള്ള വിശേഷങ്ങൾ പറയാം. കയറ്റം കയറുമോ ഇല്ലയോ എന്നുള്ളത് പറയാം. ചെറിയൊരു കയറ്റം കയറ്റിയിട്ട് എങ്ങനെയുണ്ട് കയറ്റത്തിലുള്ള ഇതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കിയിട്ട് വരാം.
അപ്പോൾ ഇത്രയും വലിയൊരു കയറ്റം ഓടിച്ച് കയറുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കയറിയിട്ട് സിമ്പിളായിട്ട് നമ്മളിപ്പം വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല കയറ്റം കയറുന്നതിനൊന്നും, അടിപൊളിയായിട്ട് കയറിപ്പോവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വണ്ടിയുടെ റിവ്യൂവും ചെറിയ വിശേഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂട്ടിയിലേക്ക് വന്നു. അതിൻ്റെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെ കേൾക്കുന്നില്ല. ഇത്ര നേരം ഒരു സൗണ്ടും ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ് ആക്കി വെച്ചാൽ പോലും. എന്തായാലും ആ വണ്ടി അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റം കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂട്ടിയിലെ ഇവിടെ ഇരിപ്പുണ്ട്. ബാറ്ററി ചെറിയ കംപ്ലൈൻ്റ് ഉള്ളത് സ്റ്റാർട്ടിങ് വെച്ചേക്കും. അതിൻ്റെ സൗണ്ട് തന്നെ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും അടിപൊളി സ്കൂട്ടിയായിരുന്നു. അതിൻ്റെ പെർഫോമൻസും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇനി മുമ്പോട്ടേക്കുള്ള ഉപയോഗത്തിൽ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് പറയാം. പുള്ളി ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. ബാറ്ററി വണ്ടിക്ക് 3 വർഷം വാറണ്ടി വരുന്നുണ്ട് ബാറ്ററിക്ക്. വണ്ടിക്ക് മോട്ടറിന് 2 വർഷത്തെ ഗ്യാരണ്ടിയാണ് പറയുന്നുണ്ട്. എന്തായാലും അടുത്തൊരു യാത്രയും അതുപോലെ മറ്റു വിശേഷങ്ങളായിട്ട് എന്തായാലും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.